നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പഴുക്കാക്കുളം വെൽനസ് സെന്ററുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ചെയർമാനും മുൻ ചെയർമാനും തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IAS ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ കമ്മിറ്റിയുടെയും M ജിനദേവൻ സ്മാരക ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ M ജിനദേവന്റെ 31ാം ചരമവാർഷികം ആചരിച്ചു. തൊടുപുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യോഗം MM മണി MLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കുമാരമംഗലം പഞ്ചായത്തിലെ ഏഴലൂരിൽ പ്രവർത്തിച്ചിരുന്ന കേരള ബാങ്ക് ATM പൂട്ടിയിട്ട് 6 മാസം. മെയിന്റനൻസ് എന്ന പേരിൽ പൂട്ടിയ ATM തുറക്കുവാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർത്തകൾ വിശദമായി. പഴുക്കാക്കുളം അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ചെയർമാനും മുൻ ചെയർമാനും തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പാലിറ്റിയുടെ സ്വന്തം സ്ഥലത്ത് പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ എത്രയും പെട്ടെന്ന് വെൽനസ് സെന്റർ തുടങ്ങണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. പഴുക്കാക്കുളത്തിന് അനുവദിച്ച അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ചെയർമാനും മുൻ ചെയർമാനും തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തുന്നതിനെതിരെ പഴുക്കാക്കുളം നിവാസികൾക്കൊപ്പം നിലകൊള്ളുന്ന ആക്ഷൻ കൗൺസിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പഴുക്കാക്കുളം നിവാസികൾക്ക് നല്ല റോഡുകളില്ല, വാഹന സൗകര്യമില്ല എന്നും അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 6 വർഷത്തിൽ കൂടുതലായി ഇവിടുത്തെ റോഡുകൾ മുനിസിപ്പാലിറ്റി നന്നാക്കിയിട്ടെന്നും അവർ ആരോപിച്ചു. ഈ പിന്നോക്കാവസ്ഥയിൽ നിന്ന് കരകയറുന്നതിനായി ലഭിച്ച ആരോഗ്യ കേന്ദ്രത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് തട്ടിമാറ്റുവാൻ ശ്രമിച്ചാൽ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും അവർ താക്കീത് നൽകി. മുനിസിപ്പാലിറ്റിയുടെ സ്വന്തം സ്ഥലത്ത് പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ എത്രയും പെട്ടെന്ന് വെൽനസ് സെന്റർ തുടങ്ങണമെന്നും അവർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പഴുക്കാവുളത്ത് വെൽനസ് സെന്റർ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ്. രേഖാമൂലം പഴുക്കാവുളത്ത് അനുവദിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ രേഖകളും കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് രേഖകളെല്ലാം മറയാക്കിക്കൊണ്ട് തൽക്കാലത്തേക്കെന്നും പറഞ്ഞ് പല കാരണവും പറഞ്ഞ് കുന്നത്തിന് മാറ്റാനുള്ള നീക്കങ്ങളാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം അറിയിച്ചിട്ടും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് യാതൊരു വക ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ എടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ പഴുക്കാവളംകാരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, ഒരു ആവശ്യമാണ് പഴുക്കാവളത്ത് വെൽനസ് സെന്റർ വേണം. ഞങ്ങൾ ഒത്തിരി കാലമായിട്ട് കാത്തിരിക്കുന്നതാണ്. പഴുക്കാവളത്തിന് അനുവദിച്ചേക്കുന്നതുമാണ്. ഇതിൻ്റെ 80% പണി തീർന്നു കിടക്കുന്നതാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ബയറിങ്, അതും പഴുക്കാവളംകാരുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നതുകൊണ്ടാണ് അതെങ്കിലും സാധിച്ചത്. അതായത് സർക്കാരിൻ്റെ ഫണ്ടാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വെച്ചാണ് അത് ചെയ്യുന്നത്. അത് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ് ഒരു 15 ലക്ഷം രൂപയ്ക്ക് കോൺട്രാക്ട് എടുത്ത് തന്നെ പണി ചെയ്ത് 90% പണി തീർന്നു. ഇനിയുള്ളത് വയറിങ് ബാക്കിയുണ്ട്, ഒരു ടോയ്ലറ്റിന്റെ പണി തീരാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി പണികളെല്ലാം തീർന്നു കിടക്കുന്നതാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോഷി മാണി, തങ്കച്ചൻ ജോൺ, ലിപ്സൺ മാത്യു, ജസ്റ്റിൻ P. ജോസ്, ജിൻസൺ ആന്റണി, ജൂണി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IAS ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് അധ്യക്ഷത വഹിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഹയർ സെക്കൻഡറി SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IAS ഉദ്ഘാടനം ചെയ്തു. Congratulations to all the winners here. So നിങ്ങൾ എത്രമാത്രം അധ്വാനിച്ച് കൂടുതൽ ആൾക്കാരുടെ സപ്പോർട്ടോട് കൊണ്ടാണ് ഇവിടെ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ എൻ്റെ heartfelt congratulations and best wishes for your future also. നമ്മൾ ഈ ഇത് കിട്ടുമ്പോൾ
എല്ലാവർക്കും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇത് കിട്ടുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ അധ്വാനമാണ്. പക്ഷേ നമുക്ക് വേണ്ടി സഹായിച്ച് ഒത്തിരി അധികം ആൾക്കാരെ കൂടി നമ്മൾ മറക്കാതിരിക്കുന്നു. നമ്മുടെ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തായിരുന്നു. നിങ്ങളുടെ പേരൻസ്, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് സെഞ്ച്വറീസ് ആയിട്ട് നമുക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി ഒത്തിരി അധികം ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. സോ ഇവരെല്ലാവരും കൂടി നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, നെവർ അണ്ടർമൈൻ വാല്യൂ ഓഫ് എനി വൺസ് എഫേർട്ട്. ഏറ്റവും ചെറിയ കാര്യമായാലും ആ ചെറിയ കാര്യം വാസ് ഓൾസോ ഹെൽപ് us reach wherever we are. Okay? മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് അധ്യക്ഷത വഹിച്ചു. തിളക്കമാർന്ന വിജയം നേടിയ കുട്ടികൾ ജില്ലാ കളക്ടറിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ജീവിതത്തിൽ സ്വന്തം സന്തോഷം പ്രധാനമാണെന്നും എന്നാൽ അത് മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്നതാവരുതെന്നും കളക്ടർ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ, വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ, PTA പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ AS, SMC ചെയർമാൻ ടോം വി തോമസ്, സ്കൂൾ പ്രിൻസിപ്പൽ ജയമോൾ ജേക്കബ്, ഹെഡ് മിസ്ട്രസ് ജെനി വി രാഘവൻ, സ്റ്റാഫ് സെക്രട്ടറി ഷാജി ജോസഫ് എന്നിവർ സംസാരിച്ചു. അടുത്തതായി ആഷ്ന, അടുത്തതായി അസ്മി നൗഷാദ്. അടുത്തത് ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും M ജനദേവൻ സ്മാരക ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ M ജനദേവന്റെ 31ാം ചരമവാർഷികം ആചരിച്ചു. തൊടുപുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യോഗം MM മണി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം VV മത്തായി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ MLA, സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച M ജിനദേവന്റെ 31ാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു. CPIM ജില്ലാ കമ്മിറ്റിയും M ജിനദേവൻ സ്മാരക ട്രസ്റ്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൊടുപുഴ ടൗൺ ഹാളിൽ നടത്തിയ യോഗം MM മണി MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യനിര ഉയർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്നത് മഹാത്മാഗാന്ധിയെ കശാപ്പ് ചെയ്ത ഹിന്ദുവർഗീയ പാർട്ടികളുടെ പിന്മുറക്കാരാണ്. നരേന്ദ്രമോദി അതിന്റെ പിന്മുറക്കാരാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഭരണപുസ്തകം തകർത്തുകൊണ്ട് കോൺഗ്രസിന്റെ പാർട്ടികൾ ചില സ്ഥലങ്ങളിൽ BJP തന്നെ ഭരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലുള്ളതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതുന്നതിന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അഭിമുഖ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് പൊരുതിയിട്ടുണ്ട്, പോരാടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. പിൽക്കാലത്ത് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും ഇന്ത്യയിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റാണ് ആധിപത്യം സ്ഥാപിച്ച കുത്തക സ്ഥാപിച്ചതെന്നും കോൺഗ്രസിന്റെ ഗവൺമെന്റുകളുടെ നയങ്ങൾക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ, വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ നയങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിപ്രധാനമായ പോരാട്ടമാണ് നടത്തുന്നതെന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. തൊടുപുഴ താലൂക്കിൽ വിവിധ ക്ലാസുകളിൽ പഠിച്ച് മികവ് തെളിയിച്ച 37 വിദ്യാർത്ഥികൾക്ക് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പും MLA വിതരണം ചെയ്തു. തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരിയും വെസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടറി TR സോമനും പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം VV മത്തായി അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ, ഏരിയ സെക്രട്ടറിമാരായ TR സോമൻ, TK ശിവൻ നായർ, PP സുമേഷ്, ലിനു ജോസ്, ട്രസ്റ്റ് സെക്രട്ടറി VV ഷാജി, കോർഡിനേറ്റർ CK ലതീഷ് എന്നിവർ സംസാരിച്ചു. M ജിനദേവന്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലാകുന്നത് മൂലം രോഗികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും കോൺഗ്രസ് S നേതാവ് ദിലീപ് മൈദിൻ ആവശ്യപ്പെട്ടു. മുള്ളരിങ്ങാട് ആദിവാസി മേഖലയിലെ കാട്ടാനശല്യത്തെക്കുറിച്ച് RSP ജില്ലാ സെക്രട്ടറി AR രതീഷ് ചൂണ്ടിക്കാട്ടി.
യോഗത്തിൽ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് അധ്യക്ഷത വഹിച്ചു. മറ്റ് നിരവധി വ്യക്തികൾ പങ്കെടുത്തു. തൊടുപുഴ താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. യോഗത്തിൽ ന്യൂമാൻ കോളേജ് റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാത്ത PWDയെ രൂക്ഷമായി വിമർശിച്ചു. ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലാകുന്നത് മൂലം രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് കോൺഗ്രസ് എസ് നേതാവ് ദിലീപ് മൈദീൻ പറഞ്ഞു. രോഗികളെ കസേരയിലും മറ്റും ചുമന്നുകൊണ്ടു പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടു. വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലുള്ള കുഴി ശാശ്വതമായി നികത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ദിലീപ് മെയ്ദീൻ ആവശ്യപ്പെട്ടു. മുള്ളരിങ്ങാട് ആദിവാസി മേഖലയിലെ കാട്ടാന ശല്യത്തെക്കുറിച്ച് RSP ലെനിനിസ്റ്റ് ജില്ലാ സെക്രട്ടറി AR രതീഷ് ചൂണ്ടിക്കാട്ടി. കാട്ടാനകൾ കൂട്ടമായി വന്ന് കൃഷിദേഹങ്ങൾ നശിപ്പിക്കുന്നത് മൂലം ആളുകൾ ഭയാശങ്കയിലാണെന്നും ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും രതീഷ് പറഞ്ഞു. മുള്ളരിങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് കാട്ടാന ശല്യം മൂലം അവിടുത്തെ ജനങ്ങൾ പൊറുതിവിട്ടിരിക്കുകയാണ്. ആന വന്ന് അവിടുത്തെ കൃഷിദേഹങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് ഭീതിയോടെ അല്ലാതെ അന്തി ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അതൊരു ആദിവാസി മേഖല കൂടിയാണ്, പാവപ്പെട്ട ആൾക്കാർ അധിവസിക്കുന്ന പ്രദേശം. ഇത് ശരിക്കും പറഞ്ഞാൽ കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തി MLA അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ട് ഫെൻസിങ് തീർക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ MLA അനുവദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത് അപര്യാപ്തമാണ്, അത് പോരാ. അപ്പം ഈ ഒരു വിഷയത്തിൽ ഈ സഭ ഒരു തീരുമാനം എടുക്കണം. കാരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് നമുക്ക് കളക്ടർക്ക് കൊടുത്തുകൊണ്ട് ഒരു അടിയന്തര തീരുമാനം ഉണ്ടാകണം. കാരണം ഇതൊരു പാവപ്പെട്ട ജനതയുടെ ആവശ്യമാണ്. കാരണം വർഷങ്ങളായിട്ട് അവിടെ മണ്ണിൽ പണിയെടുക്കുന്ന അവർക്ക് പട്ടയം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മലയോര പ്രദേശമാണ് അപ്പോൾ. നിലവിൽ ഫെൻസിംഗ് അനുവദിച്ചിരിക്കുന്ന തുക അപര്യാപ്തമാണെന്നും രതീഷ് പറഞ്ഞു. മുട്ടം ഹെൽത്ത് സെന്ററിന് പിറകിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് ടോമി മൂഴിക്കുഴിയിൽ ആവശ്യപ്പെട്ടു. വികസന സമിതി യോഗങ്ങളിൽ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം കിട്ടാറില്ലെന്ന് CPI മണ്ഡലം സെക്രട്ടറി VR പ്രമോദ് പറഞ്ഞു. മെയിൻ റോഡിൽ നിന്നും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് നിത്യസംഭവമാണ്. ഇവിടെ ട്രാഫിക് പോലീസിനെ നിയോഗിക്കണമെന്നും ഈ ഭാഗത്ത് ടാർ ചെയ്യാത്ത ഭാഗം എത്രയും വേഗം ടാർ ചെയ്യണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചോർന്നൊലിക്കുകയാണ്. ആളുകൾ വിശ്രമിക്കുന്ന സ്ഥലം കച്ചവടക്കാർ കയ്യേറിയിരിക്കുന്നു. രാത്രികാലങ്ങളിൽ വെയിറ്റിംഗ് ഷെഡിന് മുന്നിൽ ഇട്ട് കിടക്കാൻ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. യോഗത്തിൽ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് അധ്യക്ഷനായിരുന്നു. തഹസീൽദാർ രാജീവ് U, ഡെപ്യൂട്ടി തഹസീൽദാർ, താലൂക്കിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മേമാരി ആദിവാസി കോളനിയിൽ അംഗൻവാടിയും റോഡും നിർമ്മിക്കണമെന്ന പരാതി 8 മാസത്തിനകം പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉപ്പുതറ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയത്. മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നൽകിയ പരാതിയിലാണ് നടപടി. ഉപ്പുതറയിലെ ഉൾഗ്രാമമായ മേമാരി ആദിവാസി കോളനിയിൽ സഞ്ചാരയോഗ്യമായ റോഡോ വാസയോഗ്യമായ വീടോ അതുപോലെ തന്നെ മൊബൈൽ റേഞ്ചോ ഇല്ലാത്തതിനെ തുടർന്ന് ശക്തമായ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിറ്റിങ്ങുകളും ഹിയറിങ്ങുകളും ഉണ്ടായി. ഈ വിവിധ പദ്ധതികൾക്ക് വേണ്ടി വിവിധ ജനപ്രതിനിധികൾ 1 കോടി രൂപകൾ വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ വാസയോഗ്യമായ വീടോ മൊബൈൽ ടവറോ മറ്റ് സഞ്ചാരയോഗ്യമായ റോഡോ ഇല്ലെന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ അവിടെ സ്കൂളുകളിലേക്ക് പോകാൻ കുട്ടികൾ 5 കിലോമീറ്ററോളം സഞ്ചരിക്കണം. അതുമാത്രമല്ല ഏത് നേരത്തും തകർന്നു വീഴാറായ സ്ഥിതിയിലാണ് അംഗൻവാടി കെട്ടിടം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്ന് ഇപ്പോൾ 8 മാസത്തിനകം ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മോണിറ്ററിംഗ് നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറും കൂടി വന്ന് നേരിട്ട് പരിശോധിക്കണം എന്നാണ് നിലവിലെ ഉത്തരവ്. കുമാരമംഗലം പഞ്ചായത്തിലെ ഏഴല്ലൂരിൽ പ്രവർത്തിച്ചിരുന്ന കേരള ബാങ്ക് ATM പൂട്ടിയിട്ട് 6 മാസം. മെയിന്റനൻസ് എന്ന പേരിൽ പൂട്ടിയ ATM തുറക്കുവാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏഴല്ലൂർ പ്രദേശത്തെ ജനത്തിന്റെ ആശ്രയമായിരുന്നു കേരള ബാങ്കിന്റെ ATM. ഏഴല്ലൂർ പള്ളിത്താഴെ പ്രവർത്തിച്ചിരുന്ന ATM കഴിഞ്ഞ 6 മാസമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. മെഷീനിന്റെ കേടുപാടുകൾ തീർക്കുവാനാണ് ATM പൂട്ടിയതെന്നാണ് അധികൃതർ പറയുന്നത്. എന്താണെങ്കിലും ATM പൂട്ടിയതോടെ ജനം ദുരിതത്തിലായിരിക്കുകയാണ്. കാർഷിക വിളകൾ വിൽക്കുമ്പോൾ പണം അക്കൗണ്ടിലേക്കാണ് വരുന്നതെന്നും കൃഷിപ്പണിക്കായി വരുന്നവർക്ക് കൂലി കൊടുക്കുവാൻ പണമായി എടുത്തു നൽകാൻ ATM പൂട്ടിയതോടെ സാധിക്കുന്നില്ല എന്നാണ് കർഷകനായ ജോൺസൺ പൊട്ടനാനിക്കൽ പറയുന്നത്. ഏഴല്ലൂരിലെ ATM പൂട്ടിയതോടെ തൊടുപുഴയിൽ പോയി പണം എടുക്കേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം പറയുന്നു. 1000 ചില്ലുവാനും വീട്ടുകാർക്ക് ഏക ആശ്രയം എന്ന് പറഞ്ഞത്
കേരള ബാങ്കിൻ്റെ ഈ ATM ആയിരുന്നു. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പണിക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് തൊടുപുഴ പോയി ATM നിന്ന് പൈസ എടുക്കേണ്ട ഗതികേടാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. 5-8 വർഷമായി ഉപയോഗിച്ചിരുന്ന സൗകര്യമാണ് കഴിഞ്ഞ 6 മാസമായി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഏഴല്ലൂരിലെ ATM തുറക്കേണ്ടത് ജനത്തിന് വേണ്ട ഒരാവശ്യമാണെന്നും തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും ഏഴല്ലൂർ സ്വദേശിയായ ചാക്കോച്ചൻ പറയുന്നു. ഏഴല്ലൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴല്ലൂർ ATM തുറന്ന് പ്രവർത്തിക്കേണ്ടത് ഏഴല്ലൂരിലെ ജനങ്ങളുടെ വളരെ പരിമിതമായ ഒരു ആവശ്യമാണ്, വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും കാരണത്തിന് ഒരു പണിക്കാർക്ക് 10 രൂപ 100 രൂപ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കണമെങ്കിൽ നമ്മൾ തൊടുപുഴയിലോ അല്ലെങ്കിൽ കുമരംകുളം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലോ ചെന്നാൽ ഇപ്പോൾ തൊടുപുഴയിൽ ചെല്ലാതെ നടക്കുകയില്ല. കുമരംകുളം സർവീസ് ബാങ്കിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ അത് നടക്കുകയില്ല. അപ്പോൾ ഏക ആശ്രയം ഈ ATM ആയിരുന്നു. അത് പൂട്ടിക്കിടക്കുന്ന നാളുകളായി പൂട്ടിക്കിടക്കുന്നത് ഇനിയെങ്കിലും തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ATM പ്രവർത്തനം നിലച്ചതോടെ ഏഴല്ലൂരിനെ സാമ്പത്തിക അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് നാട്ടുകാരനായ ജോർജ് തണ്ടേൽ പറയുന്നു. പ്രവർത്തിച്ചിരുന്ന ATM ആണ്. നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 6 മാസക്കാലമായിട്ട് കുറേ നാൾ തുറന്നിടും, പക്ഷേ ആ ATM വർക്കല്ലായിരുന്നു. പിന്നീട് ഒരു 3 മാസക്കാലമായിട്ട് ഇത് നന്നാക്കാനാണെന്ന് പറഞ്ഞതിൻ്റെ മെഷീൻ അഴിച്ചിട്ട് പോയിട്ട് ഇതുവരെ അതിൻ്റേതായിട്ട് ബന്ധപ്പെട്ട് യാതൊരു നീക്കങ്ങളും നടപടികളോ പുരോഗതിയോ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഏഴല്ലൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തെ ഒരു സാമ്പത്തിക അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഈ ATMൻ്റെ പ്രവർത്തനം നിലച്ചതോടുകൂടി. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ATM പ്രവർത്തനം നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുന്നത്. അതിനാൽ ATM തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ബാബു പോൾ പറയുന്നു. മെഡിക്കൽ കോളേജിലായ അനേകം വിദ്യാർത്ഥികളുടെ പല കോശങ്ങളിലായി വന്ന ഒരു 10,000 രൂപ എടുക്കണമെങ്കിൽ നടക്കില്ല. അത് കാരണം എടുക്കണമെങ്കിൽ തൊടുപുഴ പോകേണ്ട ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് ഈ ATM തുറന്ന് പുറത്ത് ജനത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് കേരള ബാങ്കിനോട് അഭ്യർത്ഥിക്കുകയാണ്. പൂർണ്ണമായും UPIയെ വിശ്വസിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ATMും പൂട്ടിപ്പോകുന്നത് ജനത്തിന് ദുരിതമായിരിക്കും സമ്മാനിക്കുക. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്വന്തം പേരിൽ സ്ഥലമില്ലാതിരുന്നതിന്റെ പേരിൽ സർക്കാരിന്റെ ഒരു ഭവന പദ്ധതിയിലും ഉൾപ്പെടുത്താതെ പോയ സന്തോഷിന് വേണ്ടി ചക്കിക്കാവിൽ 3 സെന്റ് സ്ഥലം വാങ്ങി ദീനദയാ സേവാ ട്രസ്റ്റ് വീട് നിർമ്മിച്ചു നൽകി. പുതിയ വീടിന്റെ താക്കോൽദാനം ഗവർണറുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായ S. സുബ്രഹ്മണ്യം IAS നിർവഹിച്ചു. സ്ഥലത്തിന്റെയും വീടിന്റെയും പ്രമാണങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM ഷിയാസ് കൈമാറി. വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോർജ് ഒഴുകിയിൽ ആദരിച്ചു. ചക്കിക്കാവ് അമ്പലപ്പുറത്ത് സന്തോഷിനും കുടുംബത്തിനും ഇനി സ്വന്തം ഭവനത്തിൽ അന്തിയുറങ്ങാം. സ്വന്തം പേരിൽ സ്ഥലമില്ലാതിരുന്നതിന്റെ പേരിൽ സർക്കാരിന്റെ ഒരു ഭവന പദ്ധതിയിലും ഉൾപ്പെടുത്താതെ പോയ സന്തോഷിനു വേണ്ടി ചക്കിക്കാവിൽ 3 സെന്റ് സ്ഥലം വാങ്ങി ദീനദയാ സേവാ ട്രസ്റ്റ് വീട് നിർമ്മിക്കുകയായിരുന്നു. പുതിയ വീടിന്റെ താക്കോൽദാനം ഗവർണറുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായ S. സുബ്രഹ്മണ്യം IAS നിർവഹിച്ചു. ട്രസ്റ്റ് നടത്തിയത് മഹത്തായ സേവനമാണെന്നും മനസ്സിൽ നന്മയുള്ളവർക്കാണ് സമാജത്തിന് സേവനം ചെയ്യുവാൻ കഴിയുക എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിളക്ക് ഇത്തരത്തിലുള്ള ധാരാളം ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അന്യമായി പോകാതെ നിൽക്കുന്ന ആ ഒരു ഉൾക്കാഴ്ചയുടെ ദീപം തെളിയിക്കുവാൻ ശ്രീഹരിയിലൂടെയും ദേവികയിലൂടെയും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു വന്നിട്ട് 10ാം ക്ലാസ് പാസ്സായി, കേവലം 10ാം ക്ലാസ് പാസ്സാകുക മാത്രമല്ല എല്ലാ വിഷയത്തിലും A+ അല്ലേ, 8 A+ കിട്ടിയ ഒരു കൊച്ചുമിടുക്കിയാണ് ഈ ദേവിക. ചക്കിക്കാവ് സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ TN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വൺ വേൾഡ് സ്കൂൾ ഓഫ് വേദാന്ത ഡയറക്ടർ സ്വാമി മുക്താനന്ദയതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്ഥലത്തിന്റെയും വീടിന്റെയും പ്രമാണങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM ഷിയാസ് കൈമാറി. വീട് നിർമ്മാണത്തിൽ സ്തുത്യർഹമായ സേവനം നൽകിയവരെ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോർജ് ഒഴുകിയിൽ ആദരിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ് സംഘചാലക് KN രാജു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആശാ റോജി, ബിന്ദു സുധാകരൻ, ഷീബ ചന്ദ്രശേഖരപിള്ള, സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് MR മധുസൂദനൻ പിള്ള, ചീഫ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി KP ജഗദീഷ് ചന്ദ്ര, ട്രസ്റ്റ് അംഗം R. സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടാണിത്. ശാന്തിഗിരി കോളേജും പുറപ്പുഴ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നശാമുക് ഭാരത് അഭിയാന്റെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോസ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സൈക്കോളജിസ്റ്റും നശാമുക് ഭാരത് അഭിയാൻ മാസ്റ്റർ ട്രെയിനറുമായ പ്രിൻസി മേടയിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു.
ശാന്തിഗിരി കോളേജും പുറപ്പുഴ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നശാമുക്ത് ഭാരത് അഭിയാന്റെ സഹകരണത്തോടെ ശാന്തിഗിരി കോളേജ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ജോസ് ജോൺ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അശ്വതി മുരളി സ്വാഗതം ആശംസിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി അനറ്റ് അഭിലാഷ് നന്ദി അറിയിച്ചു. പഞ്ചായത്ത് ഭാരവാഹികൾ പങ്കെടുത്ത ചടങ്ങിൽ സൈക്കോളജിസ്റ്റും നശാമുക്ത് ഭാരത് അഭിയാൻ മാസ്റ്റർ ട്രെയിനറുമായ പ്രിൻസി മേഡയിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, വഴുതല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുതലക്കോടം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. സംഘടന ഇടുക്കി ജില്ലാ ട്രഷറർ ആർ രമേശ് യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോവാൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പ്രസംഗിച്ചു. ചടങ്ങിൽ +2 എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടികളെ ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകി ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുതലക്കോടം യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. സംഘടന ഇടുക്കി ജില്ലാ ട്രഷറർ ആർ രമേശ് യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോവാൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകം, നിയോജക മണ്ഡലം പ്രസിഡന്റ് ND ചാക്കോ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സാലിയസ് മുഹമ്മദ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷംസ് കിളിയനാൽ, ട്രഷറർ വിൻസി ബിസിബി, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആലിസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജേക്കബ് ജോർജ്, വനിതാ വിംഗ് പ്രസിഡന്റ് സൂസി ടോമി, യൂണിറ്റ് രക്ഷാധികാരി ജോർജ് PC എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ +2 എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകി ആദരിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പ്രവേശന റോഡ് തകർന്നിട്ട് നാളുകൾ പിന്നിട്ടിട്ടും നടപടിയായില്ല. വലിയ കട്ടിംഗാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പാർക്ക് ചെയ്യാനെത്തുന്ന കാർ അടക്കമുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവുന്നതും സ്ഥിരമാണ്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങൾ കയറ്റണമെങ്കിൽ ഡ്രൈവർമാർ അല്പം ഓഫ് റോഡ് പരിശീലനം നേടണം. ആശുപത്രിയിൽ എത്തുന്നവരുടെ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നതോടെ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത്. എന്നാൽ അന്നു മുതൽ ഈ പാർക്കിംഗ് സൗകര്യം കാര്യക്ഷമമല്ല എന്ന് പരാതി തുടർന്നിരുന്നു. അതിനോടൊപ്പമാണ് പാർക്കിംഗിലേക്ക് വാഹനങ്ങൾ കയറുന്ന ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കട്ടിംഗ് രൂപപ്പെട്ടിരിക്കുന്നത്. വാഹനങ്ങൾ ഏറെ ശ്രമപ്പെട്ട് വേണം പാർക്കിംഗിലേക്ക് കയറാൻ. കാർ അടക്കമുള്ള വാഹനങ്ങൾ ഗ്രൗണ്ടിൽ കയറുന്ന വേളയിൽ അടിഭാഗം ഇടിക്കുകയും കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. ആശുപത്രിയിൽ ആംബുലൻസ് അടക്കം എത്തുമ്പോൾ മറ്റു വാഹനങ്ങൾ ആശുപത്രിക്ക് മുൻപിലെ ചെറിയ ഇടയിൽ പാർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പാർക്കിംഗ് സൗകര്യമുണ്ടെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് ആളുകൾ വാഹനങ്ങളെ ആശുപത്രിക്ക് മുൻപിലെ ചെറിയ ഗ്രൗണ്ടിൽ നിർത്തിയിടുന്നത്. അതിനോടൊപ്പം ആശുപത്രിയിലേക്ക് എത്തുന്നവർ പ്രധാനമായി 20 ഏക്കർ പൊന്നിക്കവല റോഡിന്റെ വശങ്ങളിൽ നിർത്തിയിടുന്നു. ഇത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്. അതിനോടൊപ്പം ആശുപത്രിയിലേക്ക് രോഗിയുമായി എത്തുന്ന വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ പാർക്കിംഗിന് സമീപത്തെ കട്ടിങ്ങിൽ ഇറങ്ങി കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണെന്നും ആളുകൾ പറയുന്നു. അടിയന്തരമായി പാർക്കിംഗ് സൗകര്യം പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള നമ്മുടെ ആവശ്യം. ഇവിടെ ഓട്ടോക്കാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോ വരാൻ മടി കാണിക്കുകയാണ്. നമുക്കിവിടെ വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒതുക്കിയിടാനുള്ള സൗകര്യമില്ല. പാർക്കിംഗ് നോ പാർക്കിംഗ് ആണ്. അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നു. പാർക്കിങ്ങിലോട്ട് കയറുന്നിടത്ത് കുഴിയും കൊണ്ടുമായിട്ട് കിടക്കുന്നു. അവിടെ ഒരു സൗകര്യം ഒരു ലോഡ് മക്കെങ്കിലും കൊണ്ടിട്ടാൽ മതി. മക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലെങ്കിലും താൽക്കാലികമായിട്ട് പരിഹാരം ഉണ്ടാവും. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ബാബു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് സിസ്റ്റർ LACMC അധ്യക്ഷത വഹിച്ചു. കുട്ടികളും അധ്യാപകരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഉൾപ്പെടെ നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. അർഹതയ്ക്കുള്ള അംഗീകാരമായി വിമല പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം നടത്തി. CBSE 10, 12 ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച മെറിറ്റ് ഡേ സെലിബ്രേഷൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ബാബു സെബാസ്റ്റ്യൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. There is a basic difference between examination and competitive examination. Examination is 100% focused on knowledge. The percentage of knowledge acquired from the classrooms and your ability to reproduce or retrieve it in the exam hall. It will help you to get top percentage of marks in the examination. സ്കൂൾ ടോപ്പർമാരെയും എല്ലാ വിഷയത്തിനും A1 നേടിയവരെയും ഓരോ വിഷയത്തിനും 100-ൽ 100 മാർക്ക് നേടിയവരെയും അർഹതയ്ക്കുള്ള അംഗീകാരമായി ട്രോഫികൾ നൽകി അദ്ദേഹം ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് സിസ്റ്റർ LACMC അധ്യക്ഷയായ വേദിയിൽ ഹയർ സെക്കൻഡറി ഇൻചാർജ് അധ്യാപകനും സ്റ്റാഫ് സെക്രട്ടറിയുമായ ഗിരീഷ് ബാലൻ സ്വാഗതവും അക്കാദമിക് കോർഡിനേറ്റർ മഞ്ജു ജോസ് റിസൾട്ട് അവലോകനവും നിർവഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജ്മെന്റ് റവറന്റ് സിസ്റ്റർ സീന മരിയ, PTA പ്രസിഡന്റ് ടോം ജെ കല്ലറക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ ഡയറക്ടർ റവറന്റ് സിസ്റ്റർ സ്റ്റാനി, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലീസ്ബത്ത്, 10, 12 ക്ലാസ് ടീച്ചേഴ്സ് തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു.
ദേശീയ തലത്തിലും ജില്ലാ തലത്തിലും അഭിമാനകരമായ നേട്ടം കൈവരിച്ച 10-12 ക്ലാസുകളിലെ കുട്ടികളെ സ്കൂൾ പ്രിൻസിപ്പൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചു. മറ്റ് സ്കൂളിൽ നിന്നും ഫുൾ A1 നേടി ഹയർ സെക്കൻഡറിയിൽ പുതിയതായി ചേർന്ന കുട്ടികളെ സ്കൂൾ പ്രിൻസിപ്പൽ സ്നേഹത്തിന്റെ പ്രതീകമായ പൂക്കൾ നൽകി വേദിയിൽ ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലയിൽ പീരുമേടിന് സമീപം വനത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആദിവാസി സ്ത്രീയാണ് മരിച്ചത്. മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട സീതയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിനുള്ളിൽ പോയപ്പോഴായിരുന്നു കാട്ടാന ആക്രമിച്ചത്. മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴുക്കാക്കുളം വെൽനസ് സെന്ററുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ചെയർമാനും മുൻ ചെയർമാനും തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ കമ്മിറ്റിയുടെയും M ജിനദേവൻ സ്മാരക ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ M ജിനദേവന്റെ 31ാം ചരമവാർഷികം ആചരിച്ചു. തൊടുപുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യോഗം MM മണി MLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കുമാരമംഗലം പഞ്ചായത്തിലെ ഏഴല്ലൂരിൽ പ്രവർത്തിച്ചിരുന്ന കേരള ബാങ്ക് ATM പൂട്ടിയിട്ട് 6 മാസം. മെയിന്റനൻസ് എന്ന പേരിൽ പൂട്ടിയ ATM തുറക്കുവാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.